ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കരുണയുടെ അവസാന മണിക്കൂർ 62. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തുക. മനുഷ്യവംശം പൂർണ്ണമായും വിഭജിക്കപ്പെടും. പരിശുദ്ധ ത്രിത്വത്തിലും നമ്മുടെ അമ്മയും രാജ്ഞിയുമായവളിലും വിശ്വസിക്കുന്നവരും അങ്ങനെ ചെയ്യാത്തവരും എന്നിങ്ങനെ രണ്ടായി മനുഷ്യർ വേർതിരിക്കപ്പെടും. കാരണം ഇനിയും മന്ദോഷ്ണതയ്ക്ക് ഇടമില്ല. മനുഷ്യരാശിക്ക് ദൈവത്തിനോടൊപ്പമോ ദൈവത്തിനെതിരായോ എന്ന തീരുമാനം എടുക്കേണ്ടി വരും. എന്നോടൊപ്പമോ എനിക്കെതിരായോ എന്ന തീരുമാനം. ദൈവകരുണ എന്നേക്കും നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ ഞങ്ങളുടെ സന്ദേശങ്ങളെ വിധിക്കാൻ തുനിയരുത്. ഐക്യവും ദൈവപ്രമാണങ്ങളോടുള്ള അനുസരണവും പിശാചിനെ ഭയം കൊണ്ടും പരിഭ്രാന്തി കൊണ്ടും ഞെരുക്കുന്നതിനാൽ നിങ്ങൾ പരസ്പര ഐക്യത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുക. ഗുഡ് സമരിറ്റിയൻ ഓയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ എണ്ണ ഉപയോഗിക്കുക. നിങ്ങളുടെ സംരക്ഷണത്തിനായി അത് ഉപയോഗിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഗുഡ് സമരിറ്റിയൻ ഓയിലിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു കാരിയർ ഓയിലും എസൻഷ്യൽ ഓയിലോടെ കൂടി ചേർന്നാണ്. 5 എസൻഷ്യൽ ഓയിൽ നമുക്ക് ആവശ്യമാണ്. ക്ലൗ, ലെമൺ, സിന്നാമൺ, യൂക്കാലിപ്റ്റസ്, റോസ്മേരി, ഇത്രയും അത് എസൻഷ്യൽ ഓയിലും. കാരിയർ ഓയിലായിട്ട് ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് പറഞ്ഞു തരാം.